സമാന്തര ശ്രേണിയുടെ അതായത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ തുടർച്ചയായ 3 പദങ്ങളുടെ തുക 42 മധ്യപദം കാണുക. നമുക്കൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണിയുടെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേംസിൻ്റെ സമ്മ തന്നിട്ട് 42 മിഡിൽ ടേം കാണണം. നമുക്ക് ഈ പദങ്ങൾ എക്സ് മൈനസ് വൈ എക്സ് പ്ലസ് വൈ എടുക്കുക. അതായത് ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണിയിലാണെന്ന് വിചാരിക്കുക. കാരണം വൈ കൂട്ടി പോവാം അല്ലേ. ഇതിൽ വൈ എക്സ് മൈനസ് വൈൻ്റെ കൂടെ വൈ കൂട്ടിയാൽ വൈയും കൂട്ടി 0 എക്സ് കിട്ടും. അതിൻ്റെ കൂടെ വൈ കിട്ടിയാൽ കൂട്ടി എക്സ് പ്ലസ് വൈ കിട്ടും. അപ്പോൾ ഇതെല്ലാം സമാന്തര ശ്രേണിയിലാണ്. ഇനി എന്താ പറയണത്, തുടർച്ചയായ 3 പദങ്ങൾ എടുത്തു, ഇതിൻ്റെ തുക ഇത് 3ഉം കൂടി കൂട്ടുക. എക്സ് മൈനസ് വൈ കൂട്ടണം എക്സ് പ്ലസ് വൈ എത്രയാണ് തുക 42. ഇത് കൂട്ടുമ്പോൾ നമുക്ക് മൈനസ് വൈയും പ്ലസ് വൈയും വെട്ടിപ്പോയിട്ട് അതായത് രണ്ടും കൂടി 0 ബാക്കി ഒരു എക്സ് കൂട്ടുമ്പോൾ 3x സമം 42 എക്സ് സമം 42/3 14 എന്ന് കിട്ടി. എക്സ് അതായത് മധ്യപദമാണ് കാണാൻ പറയുന്നത്. അത് നമുക്ക് കിട്ടി 14. അപ്പോൾ നമുക്കിങ്ങനൊരു ചോദ്യം വന്നാൽ എളുപ്പത്തിൽ എന്ത് ചെയ്താൽ മതി, ഈ തന്നിട്ടുള്ള സംഖ്യ ഉണ്ടല്ലോ അതിനെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. അതാണ് ഈസി മെത്തേഡ്. തന്നിരിക്കുന്ന സംഖ്യയെ 3 കൊണ്ട് ഹരിക്കുക. സമഗുണിത ശ്രേണിയുടെ അതായത് ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ തുടർച്ചയായ 3 പദങ്ങളുടെ ഗുണനഫലം 512 മധ്യപദം കാണുക. നമുക്കൊരു ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേംസിൻ്റെ പ്രൊഡക്റ്റ് തന്നിട്ട് 512 മിഡിൽ ടേം കാണണം. നമുക്ക് ഈ പദങ്ങൾ എക്സ് ബൈ വൈ എക്സ് വൈ എന്നെടുക്കുക. നമുക്ക് 3 പദങ്ങൾ തന്നിട്ട് അത് എക്സ് ബൈ വൈ എക്സ് വൈ എന്നെടുക്കുക. അതായത് വൈ കൊണ്ട് ഗുണിച്ച് പോകണം. അപ്പോൾ ഇത് ശരിയാവും. എക്സ് ബൈ വൈനെ വൈ കൊണ്ട് ഗുണിച്ചാൽ വൈയും വെട്ടിപ്പോയിട്ട് എക്സ് കിട്ടും. എക്സിനെ വൈ കൊണ്ട് ഗുണിച്ചാൽ എക്സ് വൈ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് 3 ടേംസ് എക്സ് ബൈ വൈ എക്സ് വൈ ഇതാണ് സമഗുണിത ശ്രേണിയിലെ 3 പദങ്ങൾ, തുടർച്ചയായ 3 പദങ്ങൾ. ഇനി എന്താ പറയുക, ഗുണനഫലം ഇത് 3 കൂടി ഗുണിക്കുക. എക്സ് ബൈ വൈ ഇൻറ്റു എക്സ് വൈ സമം എത്രയാണ് 512. ഇത് ഗുണിക്കുമ്പോൾ ഇതിൽ നമുക്ക് വൈയും വെട്ടിപ്പോകും. പിന്നെ എക്സ് ഇൻറ്റു എക്സ് അതായത് എക്സ് ക്യൂബ് സമം 512. എക്സ് ക്യൂബ് 512 ആയ എക്സ് കാണാൻ 512 ക്യൂബ് റൂട്ട് കാണുക. 512 ക്യൂബ് റൂട്ട് 8 ആണ്. അതായത് 8 3 തവണ കുടിച്ചാൽ 512 കിട്ടും. 8 ഇൻറ്റു 8 512. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. അതായത് എക്സ് പറഞ്ഞാൽ മിഡിൽ ടേം മധ്യപദമാണ്. നമുക്ക് മധ്യപദമാണ് കാണേണ്ടത്. 8 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് വന്നാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് തന്ന സംഖ്യ ഉണ്ടല്ലോ അതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടാൽ മതി. തന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ട് കണ്ടാൽ മതി. അതാണ് ഈസി മെത്തേഡ്.